ഹലോ എവരിവൺ, നമ്മുടെ ഗുജറാത്ത് മൂഡ് യാത്രയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലെ നമ്മൾ രാത്രി ചെന്നെത്തിയത് ഒരു പുതിയ അക്കോമഡേഷനിലേക്കായിരുന്നു. അതൊരു ഹോസ്റ്റലായിരുന്നു. കമ്പാരിറ്റീവ്ലി അത്ര അടിപൊളിയൊന്നുമില്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല. കണ്ടോ, രാത്രി റോഡിൽ കൂടെ പശുവൊക്കെ പോകുന്നു. ഇന്നാണ് നമ്മുടെ 37 ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ കണ്ടക്ട് ചെയ്യുന്ന നാഷണൽ മൂഡ് കോർട്ട് കോമ്പറ്റീഷൻ്റെ ഫസ്റ്റ് ഡേ. പറയുമ്പോൾ എന്തൊരു ഗുമ്മാണല്ലേ. ബാക്കി കഥകളൊക്കെ നമുക്ക് വ്ളോഗിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്ന് പ്രിലിംസിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ബ്ലാക്ക് ബ്ലേസറൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് ഒരുങ്ങി എല്ലാവരും കൂടി ഫോട്ടോ ഒക്കെ എടുത്തതാ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലേക്ക് പോവുകയാണ്. ഈ കോമ്പറ്റീഷൻ നടന്നത് ഗുജറാത്തിലെ ഗാന്ധിനഗറിലുള്ള കർണാവതി യൂണിവേഴ്സിറ്റിയിലാണ്. ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും ഞങ്ങളുടെ ടീം മാനേജേഴ്സ് ഞങ്ങളെ സ്വീകരിക്കാനായിട്ട് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ വേഗം തന്നെ പോയത് ഫുഡ് കഴിക്കാനാണ്. ഇതായിരുന്നു അന്ന് ഞങ്ങൾക്ക് കിട്ടിയ ലഞ്ച്. കോമ്പറ്റീഷൻ്റെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ മെമ്മോറിയൽ എക്സ്ചേഞ്ച്, ലോട്ട് പിക്കിംഗ്, ഓറിയൻറ്റേഷൻ സെഷൻസ് പോലുള്ള കുറച്ച് ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ആയിരുന്നു അന്നത്തെ ദിവസം ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ മൂഡ് കോർട്ട് കോമ്പറ്റീഷൻ പോകുമ്പോൾ ഞങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്ന ആർഗ്യുമെൻറ്റ്സിൻ്റെ നോട്ടിനെയാണ് മെമ്മോറിയൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ കോമ്പറ്റീഷൻ മുമ്പ് ഞങ്ങളുടെ ഓപ്പോസിറ്റ് ടീമായിട്ട് മെമ്മോറിയൽ എക്സ്ചേഞ്ച് ചെയ്യണം. സോ ആ പരിപാടികളൊക്കെ നമുക്ക് അന്നത്തെ ദിവസമാണ് നടക്കുക. ഞങ്ങൾ കോഴിക്കോട് നിന്നുള്ള പിള്ളേരെ അവിടെ കൂട്ടും കൂടി വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളെ തേടി ഒരാൾ വന്നിരിക്കുന്നു. ഇത് അർഷാദ്, വയനാട് മാനന്തവാടിക്കാരനാണ്. ഇവനിപ്പോൾ LPU പഞ്ചാബിൽ ലോ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് ട്രിവാൻഡ്രത്തുള്ള മാർ ഗ്രിഗോറിയസ് എന്നുള്ള കുട്ടികളാണ്. ഞങ്ങൾ എല്ലാവരും അന്ന് തന്നെ പരിചയപ്പെട്ടു. അല്ലെങ്കിലും കേരളത്തിന് പുറത്തേക്ക് പോയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടാൻ മലയാളികൾക്ക് അത്ര സമയമൊന്നും വേണ്ടല്ലോ. അടുത്ത ദിവസം കോടതിയിൽ വാദിക്കാൻ കയറുമ്പോൾ ഞങ്ങളുടെ എതിരാളികൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ വീഴ്ത്താനുള്ള മാർഗ്ഗങ്ങൾ മെനയാൻ ഞങ്ങൾ എത്തിച്ചേർന്നത് ആ ഹോട്ടലിലെ ജിമ്മിലേക്കാണ്. നാളെയാണ് നമ്മുടെ മെയിൻ പരിപാടി. അതെന്താണെന്നറിയാൻ അടുത്ത വീഡിയോയ്ക്ക് കാത്തിരിക്കുക. Until then, thanks for watching.